ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടിയിൽ അങ്ങനെ RC അണ്ടർബെല്ലി BS3 മോഡൽ RC അണ്ടർബെല്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിപ്പോൾ എടുക്കാൻ പോകുന്നത് തന്നെ. അപ്പം ഇതിപ്പം സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടു കാണുമല്ലോ. എൻ്റെ വണ്ടിക്ക് അണ്ടർബെല്ലി ഇല്ല. അപ്പോൾ അണ്ടർബെല്ലി സെറ്റ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യും അതൊക്കെ നമ്മളൊരു വീഡിയോ ആക്കി യൂട്യൂബ് ഇടാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്, അല്ലാതെ വേറെ വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. പക്ഷേ ഒറിജിനൽ അണ്ടർബെല്ലി നമ്മൾ ഒരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഒരു ബ്രോഡ് ചെയ്ത് സെറ്റാക്കി മേടിച്ചത് ഫ്രഷ് ആണ്, ഉപയോഗിച്ച പീസൊന്നുമല്ല. അപ്പോൾ അതെടുക്കാൻ പോകുന്ന ഒരു വീഡിയോയും പിന്നെ അത് ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് കൊച്ചൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഞാൻ കൂടുതൽ പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാൻ പോകുന്ന നമ്മൾ അണ്ടർബെല്ലി കൊറിയർ ഓഫീസിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഇതിവിടെ ഈ വണ്ടിയിലല്ല. അപ്പോൾ പക്ഷേ വലിയ പെട്ടി നിങ്ങൾക്ക് അറിയാലോ, RC BS4 അണ്ടർബെല്ലി കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. വെച്ചാൽ ഇതിൽ ബ്ലാക്ക് ഡിസൈൻ എല്ലാ NSലും അതാണ് കയറ്റാറ്, അതും ഡൊമിനാറിൻ്റെയൊക്കെയാണ് കയറ്റാറുള്ളത്. അപ്പം അത് നമ്മൾ ഫൈബർ പീസ് വെക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. എൻ്റെ ഫൈബർ പീസായിരുന്നു, അതുകൊണ്ട് എനിക്കത് വെക്കാൻ താല്പര്യം. അങ്ങനെ ഒറിജിനൽ നമ്മൾ തിരക്കി നമ്മളൊരു മച്ചാൻ്റെ നിന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മച്ചാൻ കൊറിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോകുന്നതും അത് ഫിറ്റ് ചെയ്യുന്നതും ക്ലാമ്പ് ചെയ്യുന്നതും കുട്ടിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാൻ മതി, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ഇടുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ ബൈക്ക് റിലേറ്റീവും മോഡിഫിക്കേഷനും എനിക്കറിയാവുന്ന രീതി ബൈക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ ടൈപ്പ് വീഡിയോസ് ആയിരിക്കും നമ്മളെ ചാനലിൽ വീടുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് വെച്ചാൽ ബൈക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം ഇതുകൊണ്ടൊക്കെ കിടിലം വീഡിയോസ് നമുക്ക് സെറ്റാകാം. അപ്പം കൂടുതലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ പോകുമ്പോൾ സ്കൂട്ടറിൽ കേട്ടോ, സ്കൂട്ടറിൽ നമ്മൾ ഫ്രണ്ടിലും വെച്ചുകൊണ്ട് വരാം, അതുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം കൂടുതലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ തെറിക്കിട്ടോ കേട്ടോ. തെറിച്ച് ഞാൻ അവിടെ ചെന്ന് സാധനം മേടിക്കുന്ന ചെറിയൊരു ഷോട്ട് കാണിച്ചേക്കാം. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിക്കും. അപ്പം നേരെ ചെന്ന് കൊറിയർ ഓഫീസിൽ കേട്ടോ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സാധനം മേടിച്ച് വീട്ടിൽ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചിട്ടാം. ഗൈസ് അങ്ങനെ നമ്മൾ സാധനമെല്ലാം എടുത്ത് വീട്ടിൽ പോകും. എന്ന് വെച്ചാൽ കൊറിയർ ഓഫീസിൽ സാധനമെല്ലാം എടുത്ത് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് രാവിലെ വന്നേ. ഇപ്പം സമയം ഇപ്പോൾ എത്രയായി? അപ്പോൾ 5:40 അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ ഇതുവരെയായിട്ടും സാധനം സെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് പരിപാടി ഉണ്ടായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ അണ്ടർബെല്ലി നമ്മൾ സെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് സെറ്റൊക്കെ ചെയ്യണം ഈ വണ്ടിയിലോട്ട്. പക്ഷേ നമുക്ക് ഇതിനെ അഴിച്ചിട്ട് ഫുള്ള് നമ്മൾ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ക്ലാമ്പ് ചെയ്യണം. ക്ലാമ്പ് മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെച്ച് നോക്കണം ഈ ക്ലാമ്പ് മതിയൊന്നും, അല്ലെങ്കിൽ നമ്മൾ ഇനി പുതിയതായിട്ട് ക്ലാമ്പ് ചെയ്ത് ആദ്യമേ പറഞ്ഞ് ബോറടിപ്പിക്കും. ഒന്ന് പൊട്ടിച്ച് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് കാണട്ടെന്ന്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അതിനെ കാണിച്ചു തരാം. നമ്മളങ്ങനെ ഫുള്ള് പൊട്ടിച്ച് നോക്കി കേട്ടോ. കണ്ടോ, പുതിയ യൂസ് പോലും ചെയ്യാത്ത പുതിയ സാധനമാണ്. ഇതുമായിട്ടാണ് നമുക്ക് കിട്ടിയണ്ട നൈസ്. ഞാൻ ഇതുവരെ ഫൈബറാണ് യൂസ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് പറയാം. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഒരു പേരറിയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യുന്ന ഇങ്ങനെ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കട്ടെ സംഭവം എടുത്ത്. അടിപൊളിയാണ് നൈസ്. ഇപ്പോൾ ഇത് കണക്ക് നമുക്ക് സെറ്റ് ചെയ്ത് ക്ലാമ്പൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഒന്ന് നോക്കട്ടെ എന്തായാലും സെറ്റാക്കിയിട്ട്. അപ്പോൾ ഇത് ക്ലാമ്പൊക്കെ ചെയ്ത് സെറ്റാവുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന കണ്ട ഇത് എല്ലാവർക്കും NS ആയാലും MD ആയാലും എല്ലാവർക്കും ഇത് കണക്ക് തന്നെ ക്ലാമ്പൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യായിരുന്നു മാത്രം കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഇത് സെറ്റ് ചെയ്യട്ടെ കേട്ടോ, കൂടുതൽ പറഞ്ഞ് ഓറടിപ്പിക്കുന്നില്ല. ഗൈസ് ഇപ്പോൾ നമ്മൾ ഒരുവിധം ക്ലാമ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ്ട് നമ്മൾ സ്റ്റോക്ക് അണ്ടർബെല്ലി വരുന്ന ക്ലാമ്പിൽ നിന്ന് ഒരു L ക്ലാമ്പ് അടിച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലാമ്പ് നമ്മൾ ഇത് ഓട്ടോറിക്ഷയുടെയൊക്കെ ഗൈസ് അങ്ങനെ ഒരുവിധം നമ്മൾ സെറ്റ് ചെയ്താൽ തന്നെ ഫുള്ള് ഇരുട്ടായിട്ടുണ്ട്. വെച്ചാൽ 2-3 മണിക്കൂർ എടുത്ത് നമ്മൾ ഒരുവിധം ഇത് ക്ലാമ്പ് ഏതൊക്കെ ക്ലാമ്പ് ചെയ്തതെന്ന് വെച്ചാൽ പഴയ ഫോഗ് ലൈറ്റിൻ്റെയൊക്കെ ക്ലാമ്പ് ഉണ്ട്, അതൊക്കെ ചെയ്താൽ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ. ഇപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് അങ്ങനെ അണ്ടർബെല്ലി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തപ്പോൾ ഫുള്ള് ഇരുട്ടി നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നൈറ്റായി നമ്മൾ 2-3 മണിക്കൂറായിട്ട് വണ്ടി ഫുള്ള് നമ്മൾ വാഷ് ചെയ്ത് അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് കട്ടിങ് ഒക്കെ ആണ്. അതിന് സ്റ്റോക്ക് ഇതും വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് നമ്മൾ അണ്ടർബെല്ലി നമ്മൾ സൂട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കട്ടിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 4 സൈഡിലും ക്ലാമ്പ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മോർണിംഗ് കാണിച്ചത്. ഈ നൈറ്റ് ഇരുട്ടത്ത് കാണിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മോർണിംഗ് കാണിച്ചത്. അപ്പം മോർണിംഗ് കാണിച്ചുതരാം. അപ്പം ശരി എന്നാൽ ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്താണ് അണ്ടർബെല്ലി ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് ഫുള്ള് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ 4 സൈഡും ക്ലാമ്പ് എടുത്തുണ്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അണ്ടർബെല്ലി വന്നപ്പോൾ ഉള്ള ലുക്ക് ഉണ്ട്, അടിപൊളി ലുക്കായിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട്, 5-6 മണി അടുപ്പിച്ചായിട്ടുണ്ട് ഈ വീഡിയോ എടുക്കാൻ നേരത്ത്. അപ്പം ഒരു ലുക്കും ഒക്കെ വീഡിയോ വെച്ചാൽ വണ്ടി വേറെ ലെവലായി മാറിക്കഴിഞ്ഞു ഈ ഒരു അണ്ടർബെല്ലി. എന്നുവെച്ചാൽ ഈ സാധനം കിട്ടാൻ വെച്ച് പാടാണ്. ഇല്ല തങ്കമൊക്കെ കണക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് ഇത് RC അണ്ടർബെല്ലി. ഇപ്പോൾ നമ്മൾ ഫുള്ള് ക്ലാമ്പൊക്കെ ചെയ്ത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കേട്ടോ ഇത് കണ്ടോ, ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു സാധാ നമ്മുടെ സ്റ്റോക്ക് അണ്ടർബെല്ലി വരുന്നതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ട്രൈറ്റ് ക്ലാമ്പ് കൊടുത്ത് ജസ്റ്റ് അതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം ഇതെങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നതെന്ന്.
ഇത് നമ്മൾ പഴയ ഫോഗ് ലൈറ്റ് ഇല്ല, ഈ ഒരു ക്ലാമ്പ് കണ്ട, ഈ ഒരു ക്ലാമ്പ് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ സെറ്റാക്കിയാണ് നമ്മൾ ഇത് സെറ്റാക്കി എടുത്തേക്കുന്നത്. അത് രണ്ടെണ്ണമൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്താണ്ട് ചൂടാവാതിരിക്കാൻ നമ്മളിവിടെ നട്ടിച്ചിരി നീളമുള്ള നട്ട ഇട്ടേക്കുന്നത് വെച്ചാൽ തട്ടായിരിക്കാൻ വേണ്ടി. അപ്പം ഈ ബെല്ലിയല്ല നമ്മൾ അണ്ടർ സീറ്റിൻ്റെ തട്ടിക്കുന്നത്, സൈലൻസിൻ്റെ അകത്ത് തട്ടിക്കുന്ന ബെല്ലിയല്ല, നമ്മൾ ആ നട്ടാണ് തട്ടിക്കുന്നത്. നട്ട് തട്ടിക്കുന്നതുകൊണ്ട് സീനൊന്നുമില്ല, ചൂടങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന അപ്പുറത്തെ സൈഡാണ് ലുക്കും ഒക്കെ അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് സെറ്റാക്കണം. നമ്മൾ ഡൊമിനാൻ്റെ ഇത് വർക്കിംഗ് അല്ല എൻ്റെ ഡൊമിനാർ. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് കുറച്ചും കൂടെ സ്റ്റെമ്പ് കയറ്റിയിടണം. അപ്പോൾ ഒരു വേറൊരു ലുക്ക് എന്നിട്ട് അണ്ടർ സീറ്റും കൂടെ വയ്ക്കും. അണ്ടർ സീറ്റും സൈലൻസർ ചെയ്യണമെന്ന്, പക്ഷേ എനിക്ക് താല്പര്യം ജോലിക്ക് കൊണ്ടുപോകാനാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു വണ്ടി ഉണ്ടാകാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഡ്യൂക്കിൻ്റെ സ്റ്റോക്ക് സൈലൻസർ സെറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് സാധനം പീസ് കിട്ടുവാൻ സാധനം കിട്ടാനില്ല. ഇതേ കണക്ക് തന്നെയാണ് ഡ്യൂക്കിൻ്റെ അണ്ടർ സീറ്റ് സൈലൻസർ. ഫ്രഷ് കിട്ടും, ഫ്രഷിന് 5 രൂപ അടുപ്പിച്ചുണ്ട്. സെക്കൻഡ് നമുക്ക് എന്തെങ്കിലും റേറ്റൊക്കെ കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് എടുത്ത് സെറ്റ് ആക്കും അതിൻ്റെ അകത്തോട്ട്. ഈ സാധനം പിന്നെ കിട്ടാനേ ഇല്ല. ഞാൻ ഇത് അടുപ്പിച്ചെടുത്ത് എത്ര 2,800 എന്തോ ആയിട്ടുണ്ട്. ഇത് ഞാൻ കൊറിയർ ഈ സംഭവം കിട്ടിയപ്പം എൻ്റെ ഇത് 2,800. പിന്നെ ക്ലാമ്പ് മേടിക്കേണ്ടി വന്നില്ല, ക്ലാമ്പ് സ്റ്റോക്ക് ക്ലാമ്പിലായിട്ടുണ്ട്. ഈ സാധനം ഇപ്പോൾ എത്ര വണ്ടി എടുത്തപ്പോൾ ഇതുകൊണ്ട് അന്വേഷിച്ച് ഞാൻ സാധനം കിട്ടാൻ ഞാൻ ഫൈബർ മേടിച്ച് വെച്ച് അത് പിന്നെ ഫൈബർ ഷോക്കാണ്, ചൂടൊക്കെ അടിച്ച് പൊട്ടിപ്പോവും. ഇതൊരു നൈസ് സാധനം. ഇത് 3,500 പല റേറ്റാണ്, പലയിടത്ത് പല റേറ്റാണ് പറയുന്നത്. എനിക്ക് 2,800 ഇട്ടുകൊണ്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് ക്ലാമ്പ് പറഞ്ഞില്ലല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം എങ്ങനെയാണ്. ഇതുണ്ട്, ഇതൊരു എൽ ക്ലാമ്പ്. ഇത് വെച്ചാൽ എൽ ക്ലാമ്പ് അല്ല, ഇത് സ്ട്രെയിറ്റ് ക്ലാമ്പ് എടുത്ത് എൽ ക്ലാമ്പാക്കി വളച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഓട്ടോറിക്ഷയുടെ ഒക്കെ വീൽ കപ്പ് ഇടുന്ന ക്ലാമ്പുണ്ട്. അപ്പോൾ ആ ക്ലാമ്പ് കറക്റ്റ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേ രീതി അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി. ബാക്കിൽ നമ്മൾ സൈക്കിൾ സ്റ്റോക്ക് ഇത് ചെയ്തേക്കുന്നുണ്ടോ, ഈ ഒരു ക്ലാമ്പ് വെച്ചാൽ സൈക്കിളിൻ്റെയൊക്കെ ക്ലാമ്പാണ് ഇത്. നമ്മളെ ഫുൾ സൈക്കിളിൻ്റെയൊക്കെ ഒരു ക്ലാമ്പ് 2 രൂപ അടുപ്പിച്ച് വിലയുള്ളൂ. അപ്പോൾ ആ ക്ലാമ്പ് ഇട്ടിട്ട് ഇപ്പം നോയ്സ് ഉണ്ട്, നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാണ്ട് നോയ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സാധനം സെറ്റ് ചെയ്യുന്ന, വലിയ പാടോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല. അപ്പം സെറ്റ് ചെയ്തതിൻ്റെ ലുക്ക് ഉണ്ട്, വേറെ ലെവലാണ് വണ്ടി, ഒന്നും പറയല്ല. അപ്പം ഇപ്പോൾ ഇത് കണക്കുള്ള വീഡിയോസാണ് എൻ്റെ ചാനൽ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച അടുപ്പിച്ചായിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു കാര്യം മറന്നു, ഇതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇത് എത്ര കട്ട് ചെയ്യുന്ന അത്രയും ബാക്കിലോട്ട് സാധനം കയറും. അപ്പോൾ ഞാൻ ഒരുപാട് കട്ട് ചെയ്യില്ല, എനിക്ക് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന ഇച്ചിരി വീലും ഇതുമായിട്ട് വലിയ ഗ്യാപ്പ് വേണ്ട. അപ്പോൾ വേറെ ലുക്കാണ് കാണാൻ തന്നെ. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ചകളെന്തോ ആയിട്ടുണ്ട്. റീൽ ഞാൻ അതിനു മുമ്പ് ഇട്ടു, പക്ഷേ വീഡിയോ ഇപ്പോഴാണ് ഓർഡർ എടുക്കുന്നത് തന്നെ. ചേച്ചി തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറൊന്നും അടുപ്പിക്കുന്നില്ല. അപ്പം ഇതിൽ നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം, അല്ലെങ്കിൽ ബൈക്ക് റിലേറ്റീവ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഏതെങ്കിലും അടുത്ത വീഡിയോ കാണാം. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുക. ശരി എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം.